എന്താ നോക്കുന്നത്? ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എന്റെ പേര് കുമാരൻ. വരൂ. നിങ്ങൾ രാജശേഖര മുതലാളിയുടെ ബംഗ്ലാവിലെ വേലക്കാരനല്ലായിരുന്നു? അതെ, എന്നെ അറിയുമോ? ദ്രോഹി! ഇവിടെ വെച്ചെങ്കിലും നിന്നെ എനിക്ക് കണ്ടുകിട്ടിയല്ലോ. സൗകര്യം കിട്ടുമ്പോ എന്റെ അച്ഛനെ കൊന്ന പോലെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് നിന്നെയും ഞാൻ കൊല്ലും. നോക്കിക്കോ. നീ ഗോപാലിന്റെ മകനാണ്? അതേടാ, അതെ, മകൻ തന്നെ, രാമു. രാമു, നീ എങ്ങനെ ഇതിന്റെ അകത്ത് വന്നു? മോഷണക്കുറ്റത്തിന്. ഇത് ഗോപാലിന്റെ മകൻ മോഷണക്കുറ്റം ചെയ്യുകയോ? ഞാൻ മോഷ്ടിച്ചതല്ല. മോഷ്ടിച്ചു എന്നും പറഞ്ഞ് ആ രാജശേഖര മുതലാളി എന്നെ ചതിച്ചതാണ്. എന്നാൽ ഇനിയെങ്കിലും രാമു ഒരു സത്യം അറിയണം. നിന്റെ അച്ഛനെ കൊണ്ടു ഞാനല്ല. ഇതുപോലെ എന്റെ മേലും കുറ്റം ചുമത്തിയതാണ്. എന്ത്? അതെ, അന്ന് നടന്ന സംഭവം. ഞങ്ങളെ സഹായിച്ചതൊക്കെ ഇതിനായിരുന്നു അല്ലടാ? ഇനിയും വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. മര്യാദയ്ക്ക് ഇപ്പോ വെളിയെ പോകുന്നതാണ് നല്ലത്. നിന്റെ ജീവനും കൊണ്ട് ഞാൻ പോവും. ഇനി നീ ആരെയും ഇങ്ങനെ സഹായിക്കരുത്. കുമാര, ഇവിടെ നടന്നതെല്ലാം നീ കണ്ടുവല്ലേ? ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നാണ് മുതലാളി. ക്ഷമിക്കണം. സാരമില്ല, നീ എന്നെ ഒന്ന് സഹായിക്കണം. മുതലാളി, ഞാനിതാരോടും പറയില്ല. കുമാര, അത് മാത്രം പോരെ. ഇത് ചെയ്തത് നീയാണെന്ന് പറയണം. മുതലാളി, ഭയപ്പെടണ്ട. എത്ര ലക്ഷം രൂപ ചെലവായാലും ഞാൻ നിന്നെ രക്ഷിച്ചോളാം. ഒന്നാന്തരം ഒരു വക്കീലിനെ ഏർപ്പെടുത്തി ഞാൻ നിന്നെ രക്ഷിക്കും. നീ ഇത് തൽക്കാലം ഏറ്റാ മതി. ഞാനൊരു പാവമാണ് മുതലാളി. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷം മുതലാളി ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ പലരോട് പറഞ്ഞയച്ചു. അവരെ തൂക്കിക്കൊല്ലട്ടെ എന്നാണ് ആ ദ്രോഹി പറഞ്ഞത്. എന്തായാലും എന്നെ തൂക്കിക്കൊണ്ടില്ല, ജീവപര്യന്തം ശിക്ഷിച്ചു. ഇനി വേണമെങ്കിൽ രാമു എന്നെ കൊന്നു. പറയേണ്ട ആളിനോട് തന്നെ സത്യം തുറന്നു പറയാൻ എനിക്ക് കഴിഞ്ഞല്ലോ.
രാമേട്ട രാമേട്ടനെ ജയിലിൽ നിന്ന് വിട്ടു. ഇന്നലെ വൈകിട്ട്. രാമേട്ടൻ വല്ലാതെ ക്ഷണിച്ചു. സാരമില്ല. രാമേട്ടനോട് എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. വരൂ. രാമു അല്ലേ വരുന്നത്? രാമു ഇതെപ്പോ വന്നു? ഇപ്പൊ ബസ്സിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളച്ചാ. അല്ല, നീ അപ്പോഴത്തേക്ക് അവിടെ എത്തി? ഞാൻ രാമേട്ടനെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. അവിടെ രാമുവിന് സുഖമാണോ എന്ന് എങ്ങനെയാ ഞാൻ ചോദിക്കുക? ജയിലല്ലേ? അതിരിക്കട്ടെ, ഗോപിയുടെ കത്തുകൾ വരാറുണ്ടല്ലോ. ഗോപിയുടെ കത്ത് എന്താ അവൻ കത്തയക്കാറില്ലേ? എന്താ പണിക്കരെ, മുതലാളി അവന് പണം അയച്ചു കൊടുക്കാറില്ലേ? മുതലാളി എന്താ എന്തുണ്ടായി എന്ന് പറയൂ. ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല പണിക്കരെ. സത്യം പറയാമല്ലോ, മുതലാളി അവന് പണം കൊടുത്തില്ല. ഞങ്ങളെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അന്നേ രാമു അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയെന്ന്. എന്ത് എന്നയാൾ പറഞ്ഞു? പറഞ്ഞു രൂപ ചോദിക്കാൻ ചെന്ന ഞങ്ങളെ മുതലാളി തല്ലിയില്ലെന്നേ ഉള്ളൂ, അപമാനം ചിറക്കി വിട്ടു. അതാണ് ഉണ്ടായത്. എന്നിട്ടിപ്പോ ഗോപി എവിടെ? മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഗോപിയെ കണ്ടിട്ടില്ല. എവിടെ പോയെന്ന് ഒരു നിശ്ചയമില്ല. രാമു അവൻ അവിടെ എവിടെയെങ്കിലും കാണും. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് നാട് വിട്ടതായിരിക്കും. രാമേട്ട എവിടെ പോന്നു? നീ വീട്ടിൽ പോ, ഞാൻ വന്നേക്കാം. വേണ്ട, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട അച്ഛാ. മോനെ രാമു, നീ പോയി മുതലാളിയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ മോളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. അച്ഛാ, മാഷ് സമാധാനമായിട്ട് വീട്ടിലേക്ക് പോകണം. രാമുവിനെ ഞാൻ നോക്കിക്കോളാം.